lights, laughter and action. ഹണി റോസിന്റെ ഉടുപ്പ് പൊട്ടിയപ്പോ പൊട്ടിയത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇറച്ചി വെട്ടി 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 സ്റ്റൈലാണല്ലോ എന്ന് പറഞ്ഞ് പുള്ളി തന്നെ ക്ലിക്ക് ചെയ്തിട്ട് പോയി. ഞാനില്ല ഈ മാല ഇതും അങ്ങനെ തന്നെ സംഭവിച്ചതാണ്. ഇതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ട്രോളായിരുന്നു. കുഴപ്പമില്ല, വൃത്തിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്നൊരു തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീർത്തി വീർത്തി വരുന്ന ഓരോ ദിവസം കൂടും. എന്താ ആ മൂലക്കിരിക്കുന്ന മനുഷ്യൻ. അപ്പൊ നമ്മുടെ ഈ മൈൻഡ് ക്രിയേറ്റിവിറ്റി ഒരു ദിവസം വീട്ടിലോട്ട് വരാണ്. നിങ്ങൾ പ്രേമാണോ എന്ന് വരെ ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ഉണ്ടാക്കില്ല. I'm super excited to launch this very genius concept from our Mind Creative team, presenting to you Mind Studio. I'm Bindu Nair, and here I am on the first episode for Mind Studio. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ആകുമ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡാണ്. ആൻഡ് അവർ സെലിബ്രിറ്റി ഗസ്റ്റ് ഇസ് ഓൾസോ വെരി സ്പെഷ്യൽ. അപ്പോൾ ആരാണെന്നല്ലേ? She's got the grace, she's got the charm, she lights up the screen and our hearts every time she's here. Please welcome on Mind Studio, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം, the most stunning and gorgeous Honey Rose. Thank you, ചേച്ചി. Thank you so much. Thank you so much for coming to Mind Studio. ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. Super. എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും പ്രത്യേകം താങ്ക്സ്. Amazing, amazing. So let's start with your films. Okay? അപ്പോൾ എവിടെ വെച്ചായിരുന്നു? When did you get your first break? When did you realize ഞാൻ പോപ്പുലർ ആണല്ലോ, എന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കൊരു ഫാൻ ഫോളോയിങ് ആയി? When did it all start? എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ലോഡ്ജ് തൊട്ടിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതാണ് ഒരു ആളുകള് ഇഷ്ടപ്പെടുകയും അത് വിജയിച്ച ഒരു മൂവി. അതാണ് അതിന്റെ റിയാലിറ്റി. ഇപ്പം ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു എന്താ പറയാ ഒരു വാതിൽ തുറന്നു തന്നൊരു മൂവിയാണ്. പക്ഷെ അതൊരു എത്ര ശതമാനം ആളുകൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു എബോ ആവറേജ് മൂവിയായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു കാലയളവ് ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ട്രിവാൻഡ്രം ലോഡ്ജിൽ എത്തിപ്പെടുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ഒരു ധ്വനി നമ്പ്യാർ എന്നുള്ള കഥാപാത്രം ആളുകൾ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ആ ഒരു റെക്കഗ്നേഷൻ കിട്ടുകയും അത് കഴിഞ്ഞിട്ട് നല്ല ഒരു പിടി ചിത്രങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ഇൻഡസ്ട്രിയിലുള്ള ഓൾമോസ്റ്റ് ടോപ്പ് മോസ്റ്റ് ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു. Absolutely. കുറെ നല്ല മീൻസ് യു വർക്ക് വിത്ത് മോഹൻലാൽ, യു വർക്ക് വിത്ത് സം ഓഫ് ദി അമേസിംഗ് ആക്ടേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി. യെസ്, ഡെഫിനറ്റ്ലി. അപ്പൊ എപ്പോഴാണ് ആ സമയം വന്നത് ദാറ്റ് എയർപോർട്ടിൽ പോവാൻ നേരത്ത്, അല്ലെങ്കിൽ when did this all start, ഈ ഫാൻ ഫോളോയിങ്? That I have no idea. ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ആലോചന എനിക്കറിയുന്നില്ല. ചിലപ്പോൾ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞിട്ടായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഇനോഗ്രൽ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും. അപ്പോ അതെനിക്ക് ഞാൻ ബോയ് ഫ്രണ്ട് കഴിഞ്ഞ ഉടനെ ചെയ്തു തുടങ്ങിയതാണ്. ഞാൻ സിനിമയിൽ വന്ന അതേ കാലഘട്ടത്തിന്റെ ആ ഒരു ടൈം പീരീഡ് തന്നെ ഉണ്ട് അതിനും. അപ്പം മേ ബി ആ സമയം ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചും കൂടി ഒരു അക്സെപ്റ്റൻസ് കേൾക്കുന്നത്. പിന്നെ ആ സമയം സോഷ്യൽ മീഡിയ ഇത്രയും സജീവമല്ല. നമ്മള് ചെല്ലുന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മളൊരു പോവാണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് ചുറ്റും ആളുകളാണ് അത് ആ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ. ആ സമയം അത്രയും ഉണ്ടായിരുന്നില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ആളുകൾ അറിയാതെ പോയത്. അല്ലെങ്കിൽ ആ സമയം തൊട്ട് തന്നെ തുടങ്ങിയേനെ. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ. Absolutely. പിന്നെ ഇപ്പൊ ഒരു മൂവി, ഒരു പുതിയൊരു പ്രോജക്ട് വരുന്നുണ്ട്, റേച്ചൽ. സോ ടോക്ക് ടു us about റേച്ചൽ. റേച്ചൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇപ്പൊ 20ാമത്തെ വർഷമാണ് ഇൻഡസ്ട്രിയിൽ. ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഒരു ടൈറ്റിൽ കഥാപാത്രം തേടി വന്നത് റേച്ചലിലൂടെയാണ്. അതെ, റേച്ചൽ എന്റെ അടുത്ത് ആനന്ദിനി ബാല എന്ന് പറഞ്ഞ ഒരു പുതിയ ആളാണ് ഡയറക്ട് ചെയ്യുന്നത്. എന്റെ അടുത്ത് കഥ വന്ന് പറയുമ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ കഥ സ്റ്റോറി ഒരു 1 ലൈൻ പോലെയാണ് പറഞ്ഞത്. അപ്പം സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ പിറകിൽ അവര് ട്രാവൽ ചെയ്യുന്നതൊക്കെ. അപ്പൊ ബിഗിനിങ് തൊട്ടിട്ട് ഞാനും അതിന്റെ ആ ഒരു ജേർണിയുടെ ഭാഗമാണ്. പടം ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം നടക്കുന്ന സമയമെല്ലാം നമ്മൾ അതിൽ ഇൻവോൾവ്ഡ് ആണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഫസ്റ്റ് ടൈം ആണ്. പ്രൊഡക്ഷൻ അല്ലേ ഇത്? ഹണി റോസ് അല്ല, എന്റെ പ്രൊഡക്ഷൻ അല്ല. ബാദുഷാ ആണ് ചെയ്തിരിക്കുന്നത്. ബാദുക്കയാണ് അതെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എബ്രിഡ് ഷൈൻ സാർ ആണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ടീം വർക്ക് ഇതിന്റെ പിന്നിലുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ബിക്കോസ് ട്രെയിലേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ. ഇതുവരെയും പ്ലേ ചെയ്തതിനേക്കാളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത്. എക്സാക്ട്ലി. കാരണം
ഒരു ഇറച്ചി വെട്ടുകാരിയായിട്ടാണ് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു ഞാൻ നല്ല മലയാള സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം വരാൻ വന്നിട്ടില്ല. ഈവൻ നമ്മളുടെ ഒരു റിയൽ ലൈഫിലും അങ്ങനെ ഒരു ലേഡി ആ കഥ ആ ഒരു കാര്യം ചെയ്യുന്നത് എനിക്കറിയില്ല. മേ ബി ഉണ്ടായിരിക്കാം, നമ്മൾ അങ്ങനെ കാണാത്തത്. അപ്പൊ അതിനുവേണ്ടി കുറെ പ്രാക്ടീസ് എടുക്കേണ്ടി വന്നു ഇത് പ്രോപ്പറായിട്ട്. കാരണം ഇവരിത് ലൈഫ് ലോങ് അത് അവരുടെ ഒരു ജോലിയാണ്. അപ്പം ലൈഫ് മുഴുവൻ ഇവരുടെ അച്ഛനും ഒക്കെ ചെയ്ത് കണ്ട് അത്രയും പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കത് അതിന്റെ ആ ഒരു ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ആ സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പ്രാക്ടീസ് ആവശ്യമുണ്ടായിരുന്നു. ആണ് ആ ഫുൾ ആ ക്യാരക്ടറിലോട്ടൊന്ന് എന്താ പറയുന്നത്, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ആ ക്യാരക്ടർ കുറെ പ്രാക്ടീസ് ചെയ്ത് കാണുമല്ലോ. ഇറച്ചി വെട്ടി കാരണം ഓരോ കട്ട്സിനും ഡിഫറൻസ് ഉണ്ടല്ലോ. അതെല്ലാം പഠിച്ച് എനിക്ക് തോന്നുന്നു ഇനി ഞാനൊരു ഇറച്ചിക്കട ഇട്ടായാലും എനിക്ക് ശരിക്കും നോളജ് ഉണ്ടോ അപ്പൊ ഇറച്ചിയുടെ? അത് ഇങ്ങനെ ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് സെറ്റില്. ഇങ്ങനത്തെ സീൻസ് എടുക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞു തരും, ഇതിങ്ങനെയാണ് കത്തി ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അവരത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ജോലിയാണ്. പിന്നെ കത്തി ഇങ്ങനെ രാകുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതെ 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 കുറെ ട്രിക്സ് ഉണ്ട് അതിൽ. അപ്പൊ അതിനൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ബ്രില്യന്റ്. അപ്പൊ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് മൂവി. ഹണി റോസ് പറഞ്ഞല്ലോ, യു സ്റ്റാർട്ടഡ് അപ്പോഴും തൊട്ട് തന്നെ ഇനോഗ്രേഷൻ, വളരെ യങ് ഏജ് തൊട്ട് ഇനോഗ്രേഷൻ ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ്. ആൻഡ് എന്താ പറയാ, യു ആർ ദി ഫേവറേറ്റ് celebrity for inaugurations. Because you bring a lot of good luck. അതുപോലെ തന്നെ ക്രൗഡ് പുള്ളറും കൂടെ ആണ്. ബിക്കോസ് ഹണി റോസ് ഒരു ഇനോഗ്രേഷന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ആൾക്കൂട്ടം, അവിടുത്തെ ഒരു വൈബ് ടോട്ടലി ഡിഫറെന്റ്. ഇറ്റ് ഈസ് വെരി ഹാർഡ്, ഐ ഡോണ്ട് നോ, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ബ്രിങ് ദാറ്റ്. അപ്പോ ഇത്രയും ഇവന്റ്സ് ചെയ്തിട്ടുണ്ടല്ലോ, വൺ ഫണി മൊമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ദാറ്റ് കംസ് ടു യുവർ മൈൻഡ് ദാറ്റ് ഹാസ് ഓൾവേസ് സ്റ്റേഡ് വിത്ത് യു, നമ്മൾ ആ ഇനോഗ്രേഷനിൽ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാത്തിലും കാണും. പിന്നീട് വണ്ടിയിൽ കയറി കഴിയുമ്പോൾ പറഞ്ഞു ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും, ആളെങ്കിലും ഉണ്ടാവും. ചിലര് സെൽഫി എടുക്കാൻ വരുമ്പം ഒരു മനുഷ്യൻ വന്നിട്ട് പുള്ളി ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഞാനിവിടെ നിൽക്കുന്നു, പുള്ളി ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ സ്വന്തമായിട്ട് നോക്കി, ഭയങ്കര സ്റ്റൈലാണല്ലോ എന്ന് പറഞ്ഞ് പുള്ളി തന്നെ ക്ലിക്ക് ചെയ്തിട്ട് പോയി. ഞാനില്ല ഓക്കെ. അപ്പൊ ഇതെന്താണ് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചില്ലാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കും. അത് രസമാണ്. ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. അഫ്കോഴ്സ് യു ഹാവ് ടു ബി. പിന്നെ ആ മൊമെന്റിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ചിരിച്ചു നമ്മള് മൂവ് ഫോർവേഡ്. പിന്നെ നമ്മള് ഇപ്പോ മൈൻഡ് മെഗാമേളയ്ക്ക് 2023 ഇവിടെ വന്നപ്പോ തന്നെ സോഷ്യൽ മീഡിയ വാസ് ഓൺ ഫയർ വിത്ത് ഹണി റോസ്. എന്താ പറയുന്നത്, ഐ തിങ്ക് ടു ഡേറ്റ് എല്ലാവരും ഓർക്കുന്ന ഒരു ദിവസമാണ് ഹണി റോസ് ഐലൻഡ് വന്ന ആ പ്രോഗ്രാമാണ്. ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് റിമെമ്പർഡ്. അപ്പോ അത് ആക്ച്വലി ഹണി റോസ്, ഐ ഹാവ് ടു സേ, ഇപ്പം റീൽസിൽ കണ്ടാൽ തന്നെ യോർ പ്രസൻസ് ഈസ് അമേസിങ്. ലൈക്ക് ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ബ്രില്യൻറ്റ്. ആൻഡ് ഓൾസോ ആ ഒരു എലിഗൻസ്, ആ ഒരു ഗ്രേസ്, ആ ഒരു ചാം, like even today, like you look amazing for all of those events. Appo how do you do this? എത്ര നാളായി ഇതിന്റെ പ്ലാനിങ് തുടങ്ങുന്നത്? Because it does not happen spontaneously. You will have to put so much thought into it. എന്ത് ഡ്രസ്സ്, ഹെയർ, ആക്സസറീസ്, ദാറ്റ് ഫുൾ പാക്കേജ്. ഒരു ടീം ഉണ്ടോ ഇതിന്റെ പുറകിൽ, അതോ യു ആർ ദി ഓൺലി വൺ ഹു തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് യു കം അപ്പ് വിത്ത് ദിസ്? അല്ല, ഒരു ടീം ചില സമയങ്ങളിലൊക്കെ ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അങ്ങനെ നമുക്ക് എല്ലാം ഒന്നും ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. ചില സമയം നമ്മള് ആക്സസറീസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ ആരുടെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, മാലയുണ്ടോ, കമ്മലുണ്ടോ എന്നൊക്കെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ചില സിറ്റുവേഷൻസ് നടക്കാറുണ്ട്. ഇപ്പൊ ഈ മാല ഇതും അങ്ങനെ തന്നെ സംഭവിച്ചതാണ്. ആക്സസറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പക്ഷെ ഇതെല്ലാം എന്താ പറയാ, എല്ലാം എന്തായാലും നമ്മൾ എങ്ങനെ വീണാലും 4 കാലിൽ നിൽക്കുക, അതാണ് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് റീസെന്റ് ഞാനൊരു ദുബായിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്റെ ഡ്രസ്സിന്റെ സ്ട്രാപ്പ് പൊട്ടിപ്പോയി. അതായത് ഞാൻ വെന്യൂലേക്ക് വന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമുക്ക് ആയിരക്കണക്കിന് ആളുകളാ ചുറ്റും നിൽക്കുന്നത്. തീർച്ചയായിട്ടും. ഓ മൈ ഗോഡ്. എന്നിട്ട് സംഭവം മാനേജ് ചെയ്തു. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ മാനേജ് ചെയ്തു. പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനും നമ്മൾ പാനിക്കാവുന്ന സിറ്റുവേഷൻസ് ആണ്. പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ചുറ്റും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഫോൺ അല്ലെങ്കിൽ ക്യാമറ ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.
അങ്ങനെ എന്താ പറയാ പല പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതുവരെ. അപ്പം എപ്പോഴും ഒന്നും നമ്മൾ അങ്ങനെ പക്ക പ്ലാൻഡ് അല്ല. പക്ഷെ പറഞ്ഞാൽ ഒരു ടീം അതിന്റെ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഏത് ഇവന്റിന് ഇപ്പം ഇന്ന് തന്നെ സാരി, ഏത് ഇവന്റിന് ലൈക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ്, ഹൗ ഡു യു ഡിസൈഡ് ഓൾ ദോസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ്? എനിക്ക് എന്ത് കംഫർട്ട് ആയിട്ടും എനിക്ക് ഓക്കെ എന്ന് തോന്നുന്നതും സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ ഇവന്റിന് എനിക്കറിയില്ല ഇത് ഓക്കെ ആണോ എന്നുള്ളത്. കാരണം വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഈ സാരിയൊക്കെ ഉടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഐ ഹാവ് നോ ഐഡിയ. എനിക്കിതിൽ ഓക്കെ ആണ്. എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്, കുഴപ്പമില്ല, വൃത്തിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ട്. സോ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ദാറ്റ് ഗ്രേസ് ആൻഡ് ചാം ഇസ് ഓൾവേസ് ദേർ. അതുകൊണ്ട് പിന്നെ സ്ട്രാപ്പ് പോയാലും യു ക്യാരി ഇറ്റ് സോ വെൽ, ഹണി റോസ്. ആൻഡ് ഐ തിങ്ക് അത് ഐ ഹാവ് ടു വേറെ ഓപ്ഷൻ ഇതൊക്കെ. പക്ഷെ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒന്നും, ഇൻ ദ സെൻസ് സോ മെനി റീൽസ്, അതാ ഞാൻ പറഞ്ഞത്, ഞാനും ഫോളോ ചെയ്യാറുണ്ട് ഹണി റോസിനെ. ബിക്കോസ് കാരണം നമുക്ക് ആ ഡ്രസ്സപ്പും ആ എലിഗൻസും ആ ഗെറ്റപ്പും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും. ഡെഫിനറ്റ്ലി. അപ്പൊ അത് അടുത്ത ദിവസം ന്യൂസ്, ഹണി റോസിന്റെ ഉടുപ്പ് പൊട്ടിയത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെ കുറെ സാധനം നമ്മൾ നോക്കുമ്പോ അതിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എക്സാക്ട്ലി ആ നെഗറ്റീവ് ആയിട്ട് വരും വ്യൂസ്. ബട്ട് ഐ ഹാവ് ടു സേ, അതാ ഞാൻ പറഞ്ഞത്, ഹണി റോസ് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവരെ ആ എന്ത് ഗ്രേസോടാന്നറിയോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിലോട്ട് പോകുന്നത്. ഇതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അല്ല, നമ്മൾ ചിലപ്പം എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും, അതാ ഞാൻ പറഞ്ഞത്, ദ വേ യു ക്യാരി ഇറ്റ്. ആബ്സല്യൂട്ട്ലി. അയർലൻഡിലെ പ്രോഗ്രാമിന് ഞാൻ ഫസ്റ്റ് വന്നതിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിലുള്ള ഒരു പ്രോഗ്രാമാണത്. കാരണം മിനിസ്റ്ററുടെ കൂടെയുള്ള ഒരു പിക്ക് ഞാൻ കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ ഇട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് ട്രോളായിരുന്നു. അത് ട്രോളാണോ വൈറലാണോ? അദ്ദേഹത്തിന്റെ പേജിലൊക്കെ പോയി 1 million വ്യൂസ് ആണ്, 1 million ലൈക്സ് ആണ് ആക്ച്വലി വന്നത്. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കിയാലും ഉണ്ടല്ലോ ഇത്രയും ലൈക്സും ഇല്ല, ഇത്രയും വ്യൂസും ഇല്ല. ഞാനത് ഇവിടെ ഉള്ള സമയത്ത് അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് ടെൻഷൻ ആയത്, അതിന്റെ അടിയിൽ ഫുള്ള് മലയാളികള് അളിയാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഈയിടെ തന്നെ ഞാൻ മിനിസ്റ്റർ ജാക്ക് ചേംബേഴ്സിനെ കണ്ടിരുന്നു. ആൻഡ് ഐ ഡിഡ് സേ ടു ഹിം that you are coming back to Ireland. But he had other engagements. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സെൽഫി മൊമെന്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാറുണ്ട്, പിന്നെ മില്യൺ വ്യൂസിന് വേണ്ടി. Absolutely. അപ്പോ ഇപ്പൊ നമുക്ക് റാപ്പിഡ് ഫയർ റൗണ്ട്. ഓക്കെ, ക്വിക്ക് റാപ്പിഡ് ഫയർ റൗണ്ട്. whatever comes to your, what is the first thing? Okay, jeans or sari? What are you more comfortable? Sari. Sweet or spicy? What wins your heart? Sweet. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീർത്ത് വരുന്ന ഓരോ ദിവസം കൂടുമ്പോഴും. ടെക്സ്റ്റ് മെസ്സേജസ് ഓർ വോയിസ് മെസ്സേജസ്? ഇൻസ്റ്റഗ്രാം ഓർ ക്വയറ്റ്ലി റീഡിംഗ് എ ബുക്ക്? ഇൻസ്റ്റഗ്രാം. ഒരേ ഇതാ. ഓക്കെ, വെരി ഗുഡ്, ഗുഡ് ചോയ്സ്. പിന്നെ വാട്ട് യു കോൾ ഫാമിലി വെക്കേഷൻസ് ഓർ സോളോ ട്രാവൽ? ഞാൻ സോളോ ട്രാവൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത്രയും വയസ്സായിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല. ഓ, വെരി ഗുഡ്. അപ്പം എപ്പോഴും അതെന്റെ സ്വപ്നങ്ങളിൽ മാത്രം നിലനിൽക്കുകയാണ്. ആ മൂലക്കിരിക്കുന്ന മനുഷ്യൻ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി തുടങ്ങാം നമുക്ക് സോളോ ട്രാവൽ. തോന്നുന്നില്ല മൂലക്കിരിക്കുന്നത് ആണോ? ഓക്കെ, അപ്പൊ എപ്പോഴും ഫാമിലി വെക്കേഷൻ ആയിട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല ഇതുവരെ. എപ്പോഴും അച്ഛനും ഉണ്ടാവും. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ അമ്മയുണ്ടാവും. ലാസ്റ്റ് ടൈം വന്നപ്പം അമ്മയുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോ. അബ്സല്യൂട്ട്ലി. സോ ന്യൂ മൂവീസ് ഓർ വിന്റേജ് ക്ലാസിക്സ്? Both. Would you rather have a rewind button for your life or a fast forward button? Rewind. Oh, wow. Pinna, fame, peace or power? Pick one. Peace, always. Always peace. Totally, completely agree with you. No, there's no compensation for that. Absolutely. Let's go back to your films and your talent. Ellavarkum ariyanda oru karyamanu because okay, you're a talented actress and you are an amazing model as well. What is the talent that ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു ഹിഡൻ ടാലന്റ് ഹണി റോസിന്റെ? അത് ഇപ്പോഴും ഹിഡൻ ആണ്. ആണോ? ആർക്കും അറിയത്തില്ല അത് ഇതുവരെ. എനിക്കും അറിയത്തില്ല, കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് എന്നൊരു കോൾ വരെയാണ്. എനിക്ക് വന്നിട്ടുണ്ട്, ഹിന്ദിന്ന് വരെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പോയില്ല. എന്താ? You should. ഒന്നാമതെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല അത്. ഓക്കെ, പിന്നെ അതിനെ പറ്റി ഒരു മെറ്റീരിയലും അല്ല. ഓക്കെ, റൈറ്റ്. അപ്പോ സോ ബിഗ് ബോസ് ഇസ് ഔട്ട്. Fashion Week, Lulu Mall Prasham, you had there was a fashion week that was on and you were the style icon for 2025. Yeah. Appo Paris Fashion Week innoru call varana. Honey Rose, we need you here. End outfit ആയിരിക്കും Honey Rose ഇടുന്നത്? Definitely ഒരു gown ആയിരിക്കും. ഏത് കളർ ആയിരിക്കും?
That I have Blue? no idea. Maybe. Yeah, Yes. blue suits very well. Yeah, White look definitely. well. എനിക്ക് You carry it so well, black as I said. എപ്പോഴും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. Uh-huh. യെല്ലോ ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ഏതാന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ആ സമയമുള്ള മൂഡിനനുസരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഈ കളേഴ്സ് ഒക്കെ മനസ്സിൽ വെക്കാം. പാരീസ് ഫാഷൻ വീക്കില് ആ മോഡൽ ആ ഒരു കളർ റാമ്പ് ഒക്കെ ചെയ്യുമ്പോ ആബ്സല്യൂട്ട്ലി. ആൻഡ് ബോളിവുഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആസ് എൻ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതിനൊന്നും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ബോളിവുഡിൽ നിന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ വിച്ച് ആക്ടർ വുഡ് യു ലൈക്ക് ടു ആക്ട് വിത്ത്? ഈ റീസെന്റ്ലി സൽമാൻ ഖാന്റെ എന്നെയും പറഞ്ഞിട്ട് കുറെ ഹിന്ദി വീഡിയോസ് ഇതിലെന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിന് ഭയങ്കര വ്യൂസും ഉണ്ട്. കുറെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്താ ഇത് ആര് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന ഉദ്ദേശം. ഇനി വരുവോ, ഇനി അവരിങ്ങനെ വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. എക്സാക്ട്ലി. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ഇഫ് പ്രൊഡ്യൂസർ കംസ് ടു യു വിത്ത് സ്റ്റോറി ലൈൻ ഫോർ എ സ്പോർട്സ് മൂവി, അപ്പൊ ഏത് ഫോർ എ സ്പോർട്സ് വുമൻ മൂവി ഏത് സ്പോർട്സ് ആയിരിക്കും ഹണി റോസ് പിക്ക് ചെയ്യുന്നത്? ഇഫ് യു വർ ഗിവൻ എ ചോയ്സ്. ബാഡ്മിന്റൺ കളിക്കുമായിരുന്നു? ബാഡ്മിന്റൺ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആണോ? ആഹാ, എന്നുള്ള രീതിയിൽ തുടങ്ങിയതേ ഉള്ളൂ. അതിൽ ഏറ്റവും മോശം ഞാനാണ്. സാരമില്ല, ഏറ്റവും മോശം. വിൽ ഹാവ് ടു സ്റ്റാർട്ട് അറ്റ് ദ ബോട്ടം ആൻഡ് ദെൻ ദാറ്റ്സ് ഹൗ യു ഗോ അപ്പ്. അപ്പൊ അത് മേ ബി അത് ട്രൈ ചെയ്യാം. വേറൊന്നും എനിക്ക് അങ്ങനെ സ്പോർട്സിൽ ഞാൻ അങ്ങനെ കൈകടത്തിയിട്ടുള്ള ആളല്ല. And if you were to do a biopic, ആരുടെ ബയോപിക് ആയിരിക്കും and why? കമല സുരയ്യ. എനിക്ക് അവരുടെ മൈ സ്റ്റോറി ഒക്കെ വായിക്കുമ്പോൾ അവരുടെ ആ ഒരു ലൈഫിനെ പറ്റിയുള്ള ഒരു പെർസ്പെക്റ്റീവ്, ലൈക്ക് ലവ്, ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വരുവാണെങ്കിൽ amazing. And you'll be really എന്താ പറയുന്ന good fit for that biopic as well. Absolutely, we'll look forward to it. പിന്നെ ഞാൻ അപ്പം ടാലന്റിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് ആസ് ഐ സെഡ് ടു അബൌട്ട് യുവർ ഫാഷൻ ആസ് വെൽ. ബട്ട് എനിക്കറിയാം ഹണി റോസ് ഭയങ്കരമായിട്ട് ഫുഡിയാണെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യു ലൈക്ക് കുക്കിംഗ് ആസ് വെൽ. അപ്പൊ നമ്മുടെ ഈ മൈൻഡ് ക്രിയേറ്റിവിറ്റിയും ഒരു ദിവസം വീട്ടിലോട്ട് വരാണ്. ആൻഡ് സോ വാട്ട് വിൽ ബി ദി ഹണി റോസ് സിഗ്നേച്ചർ ഡിഷ്? നിങ്ങൾ വീട്ടിലേക്ക് വരാണെങ്കിൽ എന്തായിരിക്കും ഞങ്ങക്ക്? ഇല്ല, ഞാൻ ഉണ്ടാക്കി കൊടുത്തതില് ഈ ഒരു ജാക്ക് ഫ്രൂട്ടും കൊണ്ട്, നമ്മുടെ ചക്കയും കൊണ്ട്, ചക്കപ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കി കൊടുത്ത എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മേ ബി അത് തരാം നിങ്ങൾക്ക്. ആണോ? അത് മാത്രമേ ഉള്ളൂ? പിന്നെ വേറെ എന്താ, ഏത് സമയത്താണ് വരുന്നതെങ്കിൽ ലഞ്ചിനോ സമയത്ത് വരുന്നുണ്ട് ഞങ്ങള്. അപ്പം എന്ത് വേണമെങ്കിലും, ചോറ്, കപ്പ, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും, നാടൻ സാധനങ്ങളൊക്കെ ഇതെല്ലാം ഉണ്ടാക്കും ഹണി റോസ്? ഞാൻ ഉണ്ടാക്കില്ല. അതല്ലേ ചോദിച്ചത്. ചോറും കപ്പ എല്ലാം കൂടി ഞാൻ ഉണ്ടാക്കാൻ അപ്പൊ ഞങ്ങൾക്ക് ചക്കയുടെ ഹൽവ കഴിക്കാൻ കിട്ടും. റെഡി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഉണ്ട് കേട്ടോ. അബ്സല്യൂട്ട്ലി. നാട്ടിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി വരണം. പിന്നെ നമ്മൾ വിളിച്ചാൽ മതി. അപ്പൊ ചിലപ്പോ ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അല്ലാതെ അതൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടേ സമയമൊക്കെ തന്നിട്ടേ വരത്തുള്ളൂ ഞങ്ങള്. ആൻഡ് ഇഫ് യു വർ ടു ലൈക്ക്, ഇപ്പൊ ഇത്രയും ബിസി അല്ലേ, ഇപ്പം ഇത്രയും ഷൂട്ട്സും എല്ലാം ഉണ്ടല്ലോ. സോ ലെറ്റ്സ് സേ ഇഫ് യു വർ ടു ബി ഓഫ് ഫോർ എ വീക്ക്, സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ഒരു വീക്കാണ്, വേർ ഇസ് എ ഡ്രീം ഡെസ്റ്റിനേഷൻ ദാറ്റ് യു വുഡ് ഗോ ടു? എന്റെ റൂം. സ്ഥലങ്ങൾ എവിടെയെങ്കിലും കാടൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെടികളും മരങ്ങളും അങ്ങനെയൊക്കെയുള്ള. അങ്ങനെ ആക്ച്വലി ഡെസ്റ്റിനേഷൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഹണി റോസ് പറയും അയർലൻഡ്. ബിക്കോസ് ഡെഫിനറ്റ്ലി. പക്ഷെ ഇത്തവണ വന്നപ്പം കുറച്ച് കഠിനമായിരുന്നു ചൂട്. അത് ഞാൻ പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ റൈസ് ആയതിന്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹണി റോസ് ഇസ് എൻ അയർലൻഡ്. അല്ല, ബിക്കോസ് ആക്ച്വലി ഞങ്ങൾ ഹണി റോസിന് വേണ്ടി ഐറിഷ് പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ബിക്കോസ് എല്ലാ ഓൾട്ടർനേറ്റ് വീക്കും വരുന്നുണ്ട്. നമ്മുടെ UAE ഗോൾഡൻ വിസ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഹണി റോസിന് വേണ്ടി ഐറിഷ് പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇത്തവണ വരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് നമ്മുടെ മിസ്റ്റിന്റെ പ്രോഗ്രാമിനാണ്, മിസ്റ്റ് ക്ലോൺമെന്റിന്റെ പ്രോഗ്രാം. അപ്പൊ എന്റെ ചേട്ടൻ വിളിച്ച് എന്റെ കസിൻസ് കൂടിയാണ്. അപ്പൊ അവരുടെ റിക്വസ്റ്റ് ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് വരുന്നു. And let's say if you have to go to an island for 1 month, ഏതൊരാളെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് who will be the one person you'll travel with to spend? അവിടെ ചിലപ്പോൾ എനിക്ക് തന്നെ പോകാനായിരിക്കും ഇഷ്ടം. ആണോ? വേറെ ആരും വേണ്ട? കാരണം അല്ലാത്തപ്പോ എപ്പോഴും എന്റെ കൂടെ ആളുണ്ട്. അപ്പം ഐലൻഡിലൊക്കെ ആവുമ്പോ സമാധാനമായിട്ട് സെൽഫി എടുക്കാൻ ആരും കാണില്ല അവിടെ. ഞാൻ തന്നെ എടുത്തോളാം. സെൽഫി അല്ലേ, you can manage it. So അപ്പോ in the future if you find love, what would be the qualities of your life partner? ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ നാളായിട്ട് ഞാൻ പറയുന്നതാ. പക്ഷെ പറയാൻ പറ്റില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പറയാൻ പറ്റില്ല. This would be the start. മേ ബി. ക്വാളിറ്റി അല്ല, നല്ലൊരാളായിരുന്നാ മതി. അതിലെല്ലാ ക്വാളിറ്റിയും ഉണ്ട്. എനിക്ക് കംഫർട്ടായിട്ട്, നമ്മളോട് പറയില്ല, ചില ആളുകളായിട്ട് നമുക്ക് നല്ലൊരു വൈബ് തോന്നും. ആ ഒരു സാധനമുള്ള ഒരാള്
ആണല്ലോ ഞങ്ങള് വിൽ വെയിറ്റ് ടു സീ Yeah, ദാറ്റ് definitely. പേഴ്സൺ. അപ്പൊ ലാസ്റ്റ് ടൈം ഇവിടെ മൈൻഡ് മെഗാമേള 2023 വന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അയ്യോ, അത് വേറെ ലെവലായിരുന്നു. എനിക്ക് തോന്നുന്നു മൈൻഡിന്റെ ആ പ്രോഗ്രാം 10,000 ആളുകൾ ഉണ്ടായിരുന്ന ഒരു തീർച്ചയായിട്ടും. പ്രോഗ്രാം ആയിരുന്നു. യെസ്, അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിന്റെ പോസ്റ്റുകളോ യൂട്യൂബ് എടുത്ത് നോക്കി അറിയാം, അതിന്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അന്ന് അവിടെ എടുത്തൊരു സെൽഫി വേറെ ലെവൽ വൈറലായിരുന്നു. Absolutely. മിനിസ്റ്റേഴ്സിന്റെയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് ഇപ്പോഴും ഭയങ്കര മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അന്നത്തെ ഒരു ദിവസം അയർലൻഡ് എപ്പോഴും ഓർക്കുന്ന ഒരു ദിവസമാണ് ഹണി റോസ് അയർലൻഡ് വന്നത്. ആൻഡ് ഹ്യൂജ് വെൽക്കം ആണ് മൈൻഡിന്റെ എല്ലാ ഓർഗനൈസേഴ്സിന്റെയും ഭാഗത്തു നിന്നും ഹ്യൂജ് ഒരു വെൽക്കം ആണ് എനിക്ക് കിട്ടിയത്. അന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിയെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു, and വരുന്ന സമയം തൊട്ട് ഉണ്ടായിരുന്നു നമ്മള് സ്റ്റേജിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. together. അതെ, അതെ, Absolutely. അതെ. അപ്പൊ ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ അവരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. യെസ്, ആ ഒരു എന്താ പറയാ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും. എപ്പോഴും ഏതൊരു ഇന്റർവ്യൂസ് കണ്ടാലും എനിക്കറിയാം അയർലൻഡിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് വൈറലായാലും അതിനെ കുറിച്ച് എപ്പോഴും ഒരു കോൺവെർസേഷൻ വരാറുണ്ട്. ഞാനും ഒത്തിരി അവിടുത്തെ ആ മിനിസ്റ്ററെ ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നു. ആബ്സല്യൂട്ട്ലി. ഞാൻ എന്റെ അടുത്ത് വെച്ച് നിങ്ങൾ തമ്മിൽ പ്രേമമാണോ എന്ന് വരെ ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. കാരണം അത്രയും വൈറൽ. ആൻഡ് യു നോ മിനിസ്റ്റർ ജാക്ക് ചേംബേഴ്സും ഹണി റോസിനെ ഓർക്കുന്നുണ്ട്. ബിക്കോസ് ഐ മെറ്റ് ഹിം ദി അതർ ഡേ ആൻഡ് ദിസ് ഇസ് വാട്ട് I was like, ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട് ക്ലോൺമെൽ, like will you be there? So absolutely. And ഹണി എന്നിട്ട് മിനിസ്റ്റർ ചേംബേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് that was the photo. എന്റെ ഒരു ഫോട്ടോസും ഇങ്ങനെ വൈറലായിട്ടില്ല. എനിക്ക് തോന്നുന്നു നല്ല ലൈക്സ് കിട്ടിയിട്ടുണ്ട് അതിന്. അത് ഫുൾ മലയാളിയാണ്. മില്യൻസ് ആയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന് മില്യൻസ് ലൈക്ക് കിട്ടിയത്. So absolutely. So thank you so much Honey Rose for being here with us. It is a pleasure as always to talk to you, and thank you for being part of the first episode of Mind Studio. Thank you so much, Ichi. Thank you. Thank you. So this is Bindu Nair and the Mind Creative team signing off. Stay happy, stay tuned, because this is just the beginning. See you all. Bye.